ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ സൈഡായിട്ട് പോകുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതും കുക്കറിൽ വെറും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം. സോ ഗൈസ്, ദിസ് ഈസ് എൻ്റെ ക്രേവിങ്സ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഒട്ടും ലേറ്റാക്കണ്ട, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ മുട്ടക്കറിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ നോക്കിയാലോ. ഒരു സവോള നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, 2 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ കറിവേപ്പില. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മുട്ടക്കറി വയ്ക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് നമ്മൾ മുട്ടക്കറിയിൽ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരുംജീരകം പൊട്ടിക്കഴിഞ്ഞ് നമ്മളതിലേക്ക് ചേർക്കുന്നത് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി എന്നിവയാണ് കേട്ടോ. കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചെയ്യാം കേട്ടോ. ആദ്യം സവോള വാട്ടിയിട്ട് നമ്മൾ ചതച്ചത് ആഡ് ചെയ്താലും മതി. സവോള ഫസ്റ്റ് ആഡ് ചെയ്ത് അത് വാടിയിട്ട് ചതച്ച് വെച്ചത് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയേ. സവോളയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കർ വേഗം ചൂടാവുന്നൊരു പാത്രമായതുകൊണ്ട് ഫ്ലെയിം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സവോളയൊക്കെ നല്ലപോലെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ കുറച്ച് മുളക് പൊടി, 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ കളറിന് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി. ഇത്രയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ നേരത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയാണ് കേട്ടോ. മല്ലിപ്പൊടി കുറച്ചും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അത്യാവശ്യം നല്ലപോലെ വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊരു ഇച്ചിരി തിരക്ക് കൂടിപ്പോയതുകൊണ്ട് തക്കാളി മുഴുവനായിട്ട് വാടാൻ ഞാൻ നിന്നിട്ടില്ല. സോ തക്കാളി നല്ലപോലെ വാടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂട് വെള്ളം ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഗ്രേവി എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും നല്ലപോലെ ചാറ് വേണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൊറുക്ക ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ചൊറുക്ക യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അതിന് പകരം നാരങ്ങ നീരായാലും യൂസ് ചെയ്യാം കേട്ടോ. ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നുള്ളു പഞ്ചസാരയാണ്. ടേസ്റ്റിക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. ഞാനത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനല്ലേ നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ട ആഡ് ചെയ്യുമ്പോൾ ഞാൻ ആ മുട്ടേനെ ഒന്ന് 4 സൈഡിലും ഒന്ന് കത്തി വെച്ചിട്ട് വരഞ്ഞിട്ടിട്ടുണ്ട്. അത് മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മുട്ട ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുട്ടയുടെ മുകളിലേക്ക് ഇതേപോലെ ഗ്രേവിക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മുട്ടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ട്രസ്റ്റ് മീ ഗൈസ്, യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് റെസിപ്പി. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി പീസി റെസിപ്പീസിനായി ഡു ഫോളോ എൻ്റെ ക്രേവിങ്സ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം. ശരി എന്നാൽ ബൈ.